ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നാട്, പെട്രോളിയത്തിന്റെ നദി ഒഴുകുന്ന രാജ്യം, സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേല. ആ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പരീക്ഷണശാലയായി വെനസ്വേല മാറി. പക്ഷെ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷമായി ആ രാജ്യത്തെ തോക്കിന്റെ മുനയിൽ നിർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ട അമേരിക്കയുടെ തലയ്ക്ക് വിലയിട്ട ആ ബസ് ഡ്രൈവർ ഒടുവിൽ വീണിരിക്കുന്നു. അതെ, നിക്കോളാസ് മഡൂറോ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലാണ്. ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന രഹസ്യ ദൗത്യത്തിലൂടെ കാരക്കാസിലെ തന്റെ ഉരുക്ക് കോട്ടയിൽ നിന്ന് മഡൂറോയെ അമേരിക്കൻ കമാൻഡോകൾ പൊക്കിയെടുത്തു കൊണ്ടുപോയി. സിനിമാ കഥയെ വെല്ലുന്ന ഈ നാടകീയ അന്ത്യം എങ്ങനെ സംഭവിച്ചു? ഒരു സാധാരണ ബസ് ഡ്രൈവർ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളായി മാറി? അയാൾ എങ്ങനെ സ്വന്തം രാജ്യത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി? വെനസ്വേലയുടെ ഈ പതനത്തിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന കഥ നമുക്കൊന്ന് ഇഴകീറി പരിശോധിക്കാം. ഇത് വെറും ഒരു രാഷ്ട്രീയ ചരിത്രമല്ല, അതിമോഹം ഒരു രാജ്യത്തെ എങ്ങനെ കൊന്നുകളയുമെന്നതിന്റെ ജീവനുള്ള പാഠമാണ്. 1962 നവംബർ 23 കാരക്കാസിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് നിക്കോളാസ് മഡൂറോ ജനിച്ചത്. പഠനത്തിൽ പുള്ളി ഒരു വൻ പരാജയമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ ഒരു യൂണിയൻ നേതാവായതുകൊണ്ട് ആ ഗുണം മഡൂറോയ്ക്കും കിട്ടി. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തല്ലുണ്ടാക്കാനും സമരം ചെയ്യാനും പുള്ളി മുൻപിലുണ്ടായിരുന്നു. പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അയാൾ നേരെ പോയത് ബസ് ഓടിക്കാനാണ്. കാരക്കാസ് മെട്രോയിലെ ഒരു സാധാരണ ബസ് ഡ്രൈവർ. പക്ഷെ മഡൂറോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അധികാരം. ബസ് ഡ്രൈവർമാരുടെ യൂണിയൻ ഉണ്ടാക്കി അയാൾ പതുക്കെ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറി. ഇവിടെയാണ് കഥയിൽ ഹ്യൂഗോ ഷാവേസ് എന്ന രക്ഷകൻ വരുന്നത്. 1990കളിൽ ഷാവേസ് ജയിലിൽ കിടന്നപ്പോ അയാളെ പുറത്തിറക്കാൻ വേണ്ടി നടന്ന സമരങ്ങളിൽ മഡൂറോയും അയാളുടെ ഭാര്യ സിലിയ ഫ്ലോറസും സജീവമായിരുന്നു. ഷാവേസിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി മഡൂറോ മാറി. ഷാവേസ് അധികാരത്തിൽ വന്നതോടെ മഡൂറോയുടെ ജാതകം മാറി. വെറും 10ാം ക്ലാസ് പോലും തോറ്റൊരു മുൻ ബസ് ഡ്രൈവർ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയായി, പിന്നീട് വൈസ് പ്രസിഡന്റുമായി. മഡൂറോയുടെ ഭരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഷാവേസ് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയണം. ചാവിസ്മോ എന്ന സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് ഷാവേസ് നടപ്പിലാക്കിയത്. കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങളാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണം, സൗജന്യ മരുന്ന്, എല്ലാവർക്കും പണം. പക്ഷെ ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? എണ്ണപ്പണം വെച്ച് ഷാവേസ് കളിച്ച കളിയായിരുന്നു ഇത്. എണ്ണവില $100 മുകളിൽ നിന്ന കാലത്ത് ഷാവേസ് അത് വാരിക്കോരി കൊടുത്തു. പക്ഷെ ആ പണം കൊണ്ട് വ്യവസായങ്ങളോ കൃഷിയോ വികസിപ്പിച്ചില്ല. പകരം എല്ലാ ഗവൺമെന്റും ഏറ്റെടുത്ത് സ്വകാര്യ കമ്പനികളെ പിടിച്ചെടുത്ത് സർക്കാരിന്റെ സ്ഥാപനങ്ങളാക്കി. അവിടെയൊക്കെ തന്റെ പാർട്ടി അണികളെ കുത്തിക്കയറ്റി. എക്സോൺ മൊബൈൽ പോലെയുള്ള ഭീമൻ കമ്പനികളെയൊക്കെ ആട്ടി ഓടിച്ചു. അന്നത്തെ ജനങ്ങൾ സന്തോഷിച്ചു, കാരണം അവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം അവർ മറന്നുപോയി, എണ്ണവില ഇപ്പോഴും $100 നിൽക്കില്ല. 2013 ഷാവേസ് മരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം അയാൾ മഡൂറോയെ ഏൽപ്പിച്ചു. മരിക്കാൻ നേരത്തെ ഷാവേസ് തന്നെ ജനങ്ങളോട് പറഞ്ഞത് മഡൂറോയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ്. ഷാവേസിന്റെ ആ വിൽപത്രമാണ് വെനസ്വേലയുടെ മരണ വാറന്റായി മാറിയത്. 2013 ഇലക്ഷൻ പ്രചാരണം ഒരു വൻ കോമഡി ആയിരുന്നു. മഡൂറോ പറഞ്ഞത് ഷാവേസ് ഒരു ചെറിയ പക്ഷിയുടെ രൂപത്തിൽ വന്ന് തന്റെ ചെവിയിൽ ഉപദേശങ്ങൾ നൽകുന്നു എന്നാണ്. പട്ടിണി കിടക്കുന്ന വെനസ്വേലൻ ജനതയെ ആ വൈകാരികത വെച്ച് വീണ്ടും കബളിപ്പിച്ചു. അങ്ങനെ 2013 അയാൾ പ്രസിഡന്റായി. പക്ഷെ അധികം വൈകാതെ എണ്ണവില കൂപ്പുകുത്തി. അതോടെ വെനസ്വേലയുടെ തനിനിറം പുറത്തു വന്നു. രാജ്യത്ത് ഉൽപാദനം 0 ഒരു സൂചി പോലും പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ. കയ്യിൽ പണമില്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു? അവർ നോട്ടുകൾ അടിച്ചുകൂട്ടി. ഫലോ ഇൻഫ്ലേഷൻ ലക്ഷക്കണക്കിന് ശതമാനമായിട്ട് ഉയർന്നു. ആലോചിച്ച് നോക്കൂ, 1 കിലോ തക്കാളി വാങ്ങാൻ നിങ്ങൾ ഒരു ചാക്ക് പണവുമായി കടയിൽ പോകണം. ഇന്നൊരു കോഫി കുടിക്കാൻ നൽകുന്ന പണം കൊണ്ട് നാളെ ഒരു മിഠായി പോലും കിട്ടില്ല. ആളുകൾ ടോയ്ലറ്റ് പേപ്പറിനും ബ്രെഡിനും വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിന്നു. ആശുപത്രികളിൽ മരുന്നില്ലാതെ ആളുകൾ മരിച്ചു വീണു. മൃഗശാലയിലെ മൃഗങ്ങളെ പോലും ആളുകൾ വിശപ്പ് സഹിക്കാതെ കൊന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആ രാജ്യം. ഇതാണോ മഡൂറോയുടെ സോഷ്യലിസ്റ്റ് സ്വർഗം? രാജ്യം പട്ടിണിയിലായപ്പോ മഡൂറോയും സൈന്യവും എങ്ങനെ പിടിച്ചു നിന്നു എന്നറിയാമോ? അവിടെയാണ് അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നത്. മഡൂറോ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മറിച്ച് ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കാർട്ടലിന്റെ തലവനാണെന്ന് അമേരിക്ക ആരോപിച്ചു. കാർട്ടൽ ഡി ലോസ് സോൾസ് എന്ന അധോലോക സംഘം മഡൂറോയുടെയും സൈനിക ജനറൽമാരുടെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കൊളംബിയയിൽ നിന്നുള്ള ടൺ കണക്കിന് കൊക്കെയിൻ വെനസ്വേല വഴി അമേരിക്കയിലേക്ക് കടത്തുക, ഇതായിരുന്നു ഇവരുടെ മെയിൻ ബിസിനസ്. ഇതിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് ഡോളറുകൾ മഡൂറോ തന്റെ സൈന്യത്തിന് വീതിച്ചു നൽകി. ജനങ്ങൾ പട്ടിണി കിടന്നാലും പട്ടാളം കൂടെ നിൽക്കാൻ ഇതായിരുന്നു വഴി. അതുകൊണ്ടാണ് എത്ര വലിയ പ്രതിഷേധം ഉണ്ടായിട്ടും സൈന്യം മഡൂറോയെ തള്ളിപ്പറയാതിരുന്നത്. മഡൂറോയെ പുറത്താക്കാൻ പലരും ശ്രമിച്ചു.
2018 സൈനിക വാർഷിക പരേഡിനിടെ മഡൂറോ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി 2 ഡ്രോണുകൾ പൊട്ടിത്തെറിച്ചു. മഡൂറോ പേടിച്ചോടുന്നത് ലോകം മുഴുവൻ ടിവിയിൽ കണ്ടു. കൊളംബിയയും അമേരിക്കയുമാണ് ഇതിന് പിന്നിലെന്ന് അയാൾ അലറി വിളിച്ചു. പിന്നീട് ഓപ്പറേഷൻ ഗിഡിയൻ എന്ന പേരിൽ ഒരു സംഘം കൂലി പടയാളികൾ വെനസ്വേലയിൽ കടന്ന് മഡൂറോയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ മഡൂറോയുടെ ചാരന്മാർ അവരെയൊക്കെ വളഞ്ഞു പിടിച്ചു. ഓരോ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോഴും മഡൂറോ കൂടുതൽ ക്രൂരനായി. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലിട്ടു. പ്രതിഷേധിച്ചവരെ തെരുവിൽ വെടിവെച്ച് കൊന്നു. 80 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഈ ഭീകരത സഹിക്കാതെ രാജ്യം വിട്ടു പോയത്. ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ 1/4 അഭയാർത്ഥികളായി മാറുന്ന കാഴ്ച എത്ര ഭീകരമാണ്. സംഭവവികാസങ്ങളിലേക്ക് വരാം. 2024 ജൂലൈയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ നിമിഷം. എഡ്മണ്ടോ ഗോൺസാലസ് എന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ വൻ പിന്തുണ നൽകി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ഓരോ ബൂത്തിലെയും രസീതുകൾ ശേഖരിച്ച് ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ വ്യക്തമായിരുന്നു ഗോൺസാലസ് 70% വോട്ടുകൾ നേടി വിജയിച്ചു എന്ന്. പക്ഷേ മഡൂറോയുടെ കയ്യിലുള്ള ഇലക്ഷൻ കമ്മീഷൻ പുലർച്ചെ വന്ന് പ്രഖ്യാപിച്ചു മഡൂറോ വീണ്ടും ജയിച്ചു. ഇത് പച്ചയായ തട്ടിപ്പായിരുന്നു. ജനം തെരുവിലിറങ്ങി. അവർ മഡൂറോയുടെ പ്രതിമകൾ തകർത്തു. പക്ഷെ മഡൂറോ തന്റെ കൊളക്ടിവോസ് എന്ന ഗുണ്ടപ്പടയെ വിട്ട് ജനങ്ങളെ അടിച്ചമർത്തി. അമേരിക്കയും യൂറോപ്പും ഈ വിജയത്തെ അംഗീകരിച്ചില്ല. മഡൂറോയെ ഒരു അനധികൃത പ്രസിഡന്റായി ലോകം പ്രഖ്യാപിച്ചു. ഒടുവിൽ അമേരിക്കയുടെ ക്ഷമ നശിച്ചു. ട്രംപ് ഭരണകൂടം അധികാരമേറ്റതോടെ മഡൂറോയുടെ കഷ്ടകാലം അതിന്റെ ഉച്ചസ്ഥായിലെത്തി. മഡൂറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $15 മില്യൺ, അതായത് ഏകദേശം 125 കോടി രൂപ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ജനുവരി 2026 തുടക്കത്തിൽ അമേരിക്കൻ സൈന്യം ഓപ്പറേഷൻ സദേൺ സ്പീർ ആരംഭിച്ചു. കാരക്കാസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരം ഒരു ഉരുക്കു കോട്ട പോലെയായിരുന്നു. പക്ഷെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് അത് തകർത്തു കളഞ്ഞു. വിമാനവേദ തോക്കുകളെയും സൈനിക വലയത്തെയും ഭേദിച്ച് അവർ ഉള്ളിൽ കടന്നു. മഡൂറോ തന്റെ അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ കമാൻഡോകൾ അയാളെ വളഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു അത്. കൈവിലങ്ങണിയിച്ച് തലയിൽ കറുത്ത തുണിയിട്ട് മഡൂറോയെ ഒരു സൈനിക വിമാനത്തിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഇന്നയാൾ ന്യൂയോർക്കിലെ ഒരു കോടതിയിൽ വിചാരണ നേരിടുകയാണ്. ഒരു കാലത്ത് ബസ് ഓടിച്ചിരുന്നവൻ, ഒരു രാജ്യത്തിന്റെ വിധി നിർണയിച്ചവൻ, ഇന്ന് 4 ചുവരുകൾക്കുള്ളിൽ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. മഡൂറോയുടെ കഥ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അതിമോഹം, അധികാരം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജനതയെ പട്ടിണിക്കിടുന്ന ഏകാധിപതിയുടെ അന്ത്യം ഭീകരമായിരിക്കും. പിന്നെ സമ്പദ് വ്യവസ്ഥയിലെ വിഡ്ഢിത്തം. ഉൽപാദനം കൂട്ടാതെ വെറും പണം അച്ചടിച്ചാൽ ആ പണം വെറും കടലാസ കഷണമായി മാറും. നീതി വൈകിയാലും വരും. അതായത് ലോകത്തിലെ എത്ര വലിയ കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചിരുന്നാലും ചെയ്ത ക്രൂരതകൾക്ക് മറുപടി നൽകേണ്ടി വരും. വെനസ്വേല ഇന്ന് ഒരു പുതിയ തുടക്കത്തിലാണ്. മഡൂറോയുടെ ഭരണം അവസാനിച്ചു, അത് ശരിയാണ്. പക്ഷേ തകർന്നു പോയ ആ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. ബസ് ഡ്രൈവറിൽ നിന്നും ബന്ദിയിലേക്കുള്ള മഡൂറോയുടെ ഈ യാത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡിയായി രേഖപ്പെടുത്തും. ഇതാണ് മഡൂറോയുടെയും വെനസ്വേലയുടെയും കഥ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയുടെ ഈ ഇടപെടൽ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതോ മഡൂറോയെ ആ രാജ്യം തന്നെ വിചാരണ ചെയ്യണമായിരുന്നോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിവരങ്ങളൊക്കെ അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.